മൗലവി പറയാണ്, ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളിൽ മദീന സന്ദർശനമില്ല. മദീനയിൽ സിയാറത്ത് ചെയ്യുക എന്നത് ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളിലുമില്ല. അവിടെ മദീന സന്ദർശനം നടത്തുക എന്നത് തന്നെ ഇല്ല. പിന്നെ അവിടേക്ക് പോകുന്നത് എന്തിനാ? മദീനയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ 1000 നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ കൂലി കിട്ടാനുണ്ട്. ആ കൂലി പ്രതീക്ഷിച്ചാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മദീനയിലേക്ക് പോകുന്നത് എന്നാണ് മൗലവി പറഞ്ഞത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് പോകുന്നത് 1000 കിട്ടാനല്ല. കാരണം 1 ലക്ഷം കിട്ടുന്ന മക്കയിൽ നിന്ന് 1000 കിട്ടാൻ വേണ്ടി മദീനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വിഡിത്തം വേറൊന്നും ഉണ്ടാവില്ല. മക്കയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അതിന് 1 ലക്ഷം റക്അത്തിന്റെ കൂലിയുണ്ട്. ആ 1 ലക്ഷം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് 1000 കിട്ടുന്നിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഡിത്തമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് പോകുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കാനാണ്. മൻ ഹജ്ജ വലം യസ്റനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ ഞാനുമായി പിണക്കത്തിലാണ്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി الإيمان ويحدث المدينة كما تحدث الحية إلى جحرها. മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പാമ്പിന്റെ മനസ്സിൽ എനിക്കെത്രയും പെട്ടെന്ന് ഇര കിട്ടണം, എന്നിട്ടെത്രയും പെട്ടെന്ന് എന്റെ മാളത്തിലേക്ക് തിരിച്ചു പോകണം. എന്നാൽ അതേ രൂപത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ചിന്ത എനിക്ക് മദീനയിലെത്തണമെന്നാ. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാതെ 10 ലക്ഷം കിട്ടുന്നത് 1 ലക്ഷം കൂലി കിട്ടുന്നത് വലിച്ചെറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ളവൻ 1000 കിട്ടാൻ വേണ്ടി പോകുമോ? മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് പോകുന്നത് മുത്തുനബിയോടുള്ള ആദരവ് കൊണ്ടാണ്. ആദരവ് പ്രകടിപ്പിക്കാനാ. മുത്തുനബിയെ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹിക്കുന്നവരെ സന്ദർശിക്കല് മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമാണ്.